ആണെങ്കിൽ ആ വയനാട്ടിലെ വീട് കൂടെ അങ്ങ് വെച്ചു കൊടുക്കുമോ? വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് പ്രഖ്യാപിച്ച വാഗ്ദാനം ചെയ്ത വീട് കൂടി ഈ ഒരു ഗ്യാപ്പിൽ അങ്ങ് വെച്ചു കൊടുക്കുമോ യൂത്ത് കോൺഗ്രസ്? അത്ര സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് അധ്യക്ഷൻ പോലും വേണ്ട എന്നാണ് താങ്കൾ പറഞ്ഞത്. 15 ദിവസമായി നാഥനില്ലാത്ത, അധ്യക്ഷനില്ലാത്ത ആ സംഘടനയ്ക്ക് അധ്യക്ഷൻ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ശ്രീകുമാർ ഇപ്പോൾ പറയുന്നത്. സമരം ചെയ്യാനെങ്കിലും പറ്റും. അപ്പോൾ പ്രശ്നം ആരായിരുന്നു? സംസ്ഥാന പ്രസിഡന്റായി അതിനെ നയിച്ച ആളെന്നല്ലേ ശ്രീകുമാർ ഈ പറയുന്നത്? ശരത്തെ അല്ല, ഇത് ഇങ്ങനതൊക്കെ പറയുമ്പം ശരത്തിനൊക്കെ അതിന് ഇങ്ങനെയൊക്കെ തന്നെ മറുപടി പറയാൻ പറ്റുന്ന അറിയുന്ന ഒരാളാണ് ഞാൻ. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടും പുതിയ പ്രസിഡന്റ് എന്താ വെക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടും യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ലെങ്കിലും സമരം ചെയ്യാൻ കയ്യിൽ ആയുധമുണ്ട് എന്ന് കാണിച്ചതാണ്. അത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, CPM-കാർ, DYFI-കാരൊക്കെ പരാതിക്കാരാ പോലീസിനെതിരെ. എവിടെ മുഖ്യമന്ത്രി? അസംബ്ലി കാത്തിരിക്കുകയാണോ? അതോ പത്രക്കാരുടെ ചോദ്യങ്ങൾ ഭയന്നിട്ടാണോ? അതാണോ? അങ്ങനെയാണോ? ഇനി വേറൊരു കാര്യം, ഇനി നമ്മുടെ റെജി ലൂക്കോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. റെജി ലൂക്കോസ് അദ്ദേഹം വളരെ ആവേശകരമായിട്ടൊക്കെ പ്രസംഗിച്ചു, ശരി തന്നെയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അതിൽ രണ്ട് അഭിപ്രായം കാണും. അത് എല്ലാ പാർട്ടിയിലും കാണും. ഈ അഭിപ്രായങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കക്ഷികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കുറച്ചെങ്കിലും നിലനിൽക്കുന്നത്. ഇവിടെ സൈബർ ഇടത്തെക്കുറിച്ചാണല്ലോ നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ്സിലൊരു നടപടി എടുത്താൽ ആ നടപടി ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗം ഉണ്ടാകും. ആ ചെറിയ വിഭാഗം സൈബർ ആക്രമണം എന്നൊക്കെ നിങ്ങൾ പറയുന്ന അവരാണ്. അല്ലെന്താ സംശയം? ഞാനിതൊക്കെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? ഒരു പാർട്ടിയിൽ ഇതൊക്കെ ഉണ്ടാകുന്നത്. ഞാനത് കൃത്യമായിട്ട് ശരത്തിന് പറഞ്ഞു തരാം. അതായത് ഈ സൈബർ പോരാളികളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. CPM ആണ് സൈബർ പോരാളികളെ ഇത് കൺക്ലൂഡ് ചെയ്യൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു പരാതി പോലും പോലീസിൽ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്തു എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞതിൽ നിന്ന് വ്യക്തം. അങ്ങനെ നടപടിയെടുക്കുന്ന ഒരു വിഷയത്തിൽ രണ്ട് നിലപാടുണ്ടാകാൻ പാടില്ലൊരു പാർട്ടിക്കകത്ത്. ആ തീരുമാനത്തിൻ്റെ ഗൗരവം പ്രവർത്തകരെ പറഞ്ഞ് ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിന്, പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ തീരുമാനം എടുത്തുകൊണ്ട് ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്നൊരു നിലപാട് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് കളം മാറി ചവിട്ടിയപ്പോഴാണ് കാര്യം രൂക്ഷമായത്. അവിടെയാണ് പ്രശ്നം സംഭവിച്ചത്. ശരത്തെ അല്ല ഞാൻ പറഞ്ഞതല്ല ശരത്ത് പറയണത്. കോൺഗ്രസ്സിൽ രണ്ടഭിപ്രായം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസ്സിലല്ല, ഏത് പാർട്ടിയിലാണെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും കാണും. ഇതുപോലൊരു വിഷയത്തിലും രണ്ടഭിപ്രായം ഉണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. കോൺഗ്രസിന്റെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുന്നിടത്ത് ഈ കാര്യത്തിലും അങ്ങനെ ഒരു രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ രണ്ടഭിപ്രായം ശ്രീകുമാർ അങ്ങനെ ആ ലീഡർഷിപ്പിനെ അറ്റാക്ക് ചെയ്യാണ്. രണ്ടഭിപ്രായം ഉണ്ടെന്ന് വാദത്തിന് സമ്മതിച്ചാൽ തന്നെ ആ അഭിപ്രായമുള്ളവർ എന്താ സാധാരണ ചെയ്യുക? ഒരു ലീഡർഷിപ്പിനെ ആക്ഷേപിക്കുകയാണോ? ഇത് വിമർശനമല്ലല്ലോ, അധിക്ഷേപിക്കലല്ലേ? അധിക്ഷേപിക്കുകയാണ്. ശരത്തെ, ഏത് പാർട്ടിയിലാണെങ്കിലും അധിക്ഷേപം പാടില്ല. അത് CPM-ലേക്ക് ഞാൻ പറഞ്ഞു വരാൻ കാരണം എന്താ വെച്ചാൽ അത് പറയുമ്പോൾ നിങ്ങളെ തടസ്സപ്പെടുത്തും. വേണ്ട ഞാൻ പറയുന്നില്ല. കാരണം കൈകളി ചാനലിൽ വന്നിട്ട് CPM-ന്റെ ഗ്രൂപ്പിനെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ താങ്കളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല ഇവിടെ അതെങ്ങനെയാ? അത് കോൺഗ്രസിലെ കാര്യം മാത്രം പറയാനല്ലല്ലോ ഇവിടെ. പ്രശ്നങ്ങൾ തരാതരം പോലെ വേറെ താരതമ്യത്തിന് പോകേണ്ട പോലും കാര്യമില്ലാന്നേ പറഞ്ഞുള്ളൂ ഞാൻ. അല്ലല്ല, ഇതുപോലും തൃപ്തികരമായി വിശദീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നല്ല നിങ്ങളെ. അല്ല ശരത്തെ, അല്ല നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോഴേ CPM നിങ്ങൾക്ക് അല്ല വേണ്ട അല്ല എന്താ അറിയോ? ഞാൻ ശരത്തിനെ ബുദ്ധിമുട്ടിക്കില്ല. കാരണം എന്താ വെച്ചാൽ ആ ശ്രീകുമാറിനെ ക്ഷണിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ട് പറഞ്ഞത് കേൾപ്പിക്കുന്നില്ല. അത് കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ പറയുന്നില്ല നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്ട. പക്ഷേ എന്ത് ചെയ്യാൻ എന്നെ നിങ്ങൾ വിളിച്ചുപോയാൽ പറയാതിരിക്കാൻ പറ്റുമോ? വെറുതെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയണ്ടേ? അതിന് നമ്മൾ പറയണ്ടേ? അപ്പൊ ശ്രീ പ്രേംകുമാർ, അതായത് ശരത്ത് ഒരു കാര്യം മനസ്സിലാക്കാം. അല്ല
ശരത്ത് ഒരു മിനിറ്റ് ഞാൻ തീർക്കട്ടെ. ആ ആ അതായത് ശരത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനൊരു അടിസ്ഥാനപരമായിട്ടൊരു പത്രക്കാരനായ കോൺഗ്രസ്സുകാരനാണല്ലോ. അപ്പോൾ ഒരുപാട് പത്രപ്രവർത്തനമാകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടിയിലത്തെ കാര്യങ്ങൾ അറിയാം. ഈ പാർട്ടിയിലത്തെ കാര്യങ്ങൾ ഇന്നതേ ഇവിടെ പറയാവൂ, ഇന്നത് പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാലും ശരത്തിൻ്റെ ആ ഒരു താല്പര്യം മാനിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അതിൽ ചില ചെറിയ വിഭാഗമൊക്കെ വിമർശകരുണ്ടാവും. ആ വിമർശകരൊക്കെ അതാത് കാലത്ത് അതാത് പാർട്ടി നേരിടും. പിന്നെ സൈബർ ഇടത്തെക്കുറിച്ച് പറയാൻ വന്നപ്പോൾ ശരത്ത് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്.